Y പാരാമീറ്ററിൻ്റെ നെക്സ്റ്റ് പ്രോബ്ലം നോക്കാം. അപ്പോൾ ഇതൊരു പൈ നെറ്റ്വർക്ക് അല്ലാതെ വേറൊരു ഷേപ്പിലുള്ള സർക്യൂട്ട് തന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് Y പാരാമീറ്റേഴ്സ് കണ്ടുപിടിക്കുക എന്നുള്ളത് നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്കിതാണ് സർക്യൂട്ട്. ഇവിടെ ഇൻപുട്ട് പോർട്ട് V1 ഉണ്ട്, ഔട്ട്പുട്ട് പോർട്ട് വോൾട്ടേജ് V2 ഉണ്ട്. ഇവിടെ പൈ നെറ്റ്വർക്ക് ഇൻ ബിറ്റ്വീൻ ഉണ്ടെന്നുണ്ടെങ്കിലും ഇവിടെ ഒരു 1 ohm റെസിസ്റ്റൻസ് എക്സ്ട്രാ ഉണ്ട് അല്ലേ. അപ്പോൾ അതൊരു വേറെ മോഡൽ സർക്യൂട്ടാണ്. അപ്പോൾ ഇങ്ങനത്തെ കേസസിൽ നമുക്ക് എങ്ങനെയാണ് Y പാരാമീറ്റർ കണ്ടുപിടിക്കാൻ നോക്കാം. അപ്പോൾ ആദ്യം തന്നെ എന്ത് ചെയ്യാം, നമ്മളെപ്പോഴും ഔട്ട്പുട്ട് പോർട്ടിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഔട്ട്പുട്ട് പോർട്ടിനെ ഷോർട്ട് ചെയ്തു. അപ്പോൾ ഔട്ട്പുട്ട് പോർട്ടിനെ ഷോർട്ട് ചെയ്യുമ്പോൾ അവിടുത്തെ വോൾട്ടേജ് ആയ V2 എന്താവും, 0 ആവും. അപ്പോൾ V2 0 ആയി. ഇനി നമുക്ക് ആദ്യം കണ്ടുപിടിക്കേണ്ടത് Y11 ആണ്. അതായത് Y11 എന്ന് പറഞ്ഞാൽ I1/V1. നമ്മൾ Z11 കാണാൻ എന്താ ചെയ്തിട്ടുണ്ടായിരുന്നത്, ഈക്വലൻറ്റ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കും. അതേപോലെ തന്നെ ഇവിടെയും സെയിം ഔട്ട്പുട്ട് പോർട്ട് ഷോർട്ട് ചെയ്തിട്ട് ഈക്വലൻറ്റ് റെസിസ്റ്റൻസ് കാണാം. ആ കിട്ടുന്നത് ഈക്വലൻറ്റ് ഇമ്പിഡൻസ് ആയിരിക്കും. അതിൻ്റെ റെസിപ്രോക്കൽ വേണം എടുക്കാൻ, ഇത് അഡ്മിറ്റൻസ് ആയതുകൊണ്ട്. ഇനി വേറൊരു കാര്യം, ഇവിടെ നമ്മളിപ്പോൾ V2നെ ഷോർട്ട് ചെയ്തു. V2നെ ഷോർട്ട് ചെയ്ത് V2 0 ആയി. അതിൻ്റെ അർത്ഥം എന്താ, 4 ohm റെസിസ്റ്റൻസിന് അക്രോസ് ഉള്ള വോൾട്ടേജ് 0 ആയി എന്നർത്ഥം. അപ്പോൾ 4 ohm റെസിസ്റ്റൻസിന് അക്രോസ് ഉള്ള വോൾട്ടേജ് 0 ആകുമ്പോൾ ആ റെസിസ്റ്റൻസിന് എന്തുണ്ടാവില്ല, റെലവൻസ് ഉണ്ടാവില്ല. അതായത് ആ റെസിസ്റ്റൻസും അവിടെ നിന്ന് നമുക്ക് റിമൂവ് ചെയ്യാം, അവിടെ ഇല്ല എന്നാണ് അതിൻ്റെ അർത്ഥം അല്ലേ. ഇത് രണ്ടും പാരലാണ്. അപ്പോൾ 4 ohmന് അക്രോസ് ഉള്ള വോൾട്ടേജ് ആണ് ഈ V2. അത് 0 ആയാൽ അതിൻ്റെ അർത്ഥം ഇവിടെ റെസിസ്റ്റൻസ് ഇല്ല, അല്ലെങ്കിൽ ആ റെസിസ്റ്റൻസ് ഷോർട്ടഡ് ആയിരുന്നുള്ള പോലത്തെ ഒരു മീനിങ് ആണ്. അപ്പോൾ നോർമലി അപ്പോൾ നമ്മളിത് ഈ ഫസ്റ്റ് മോഡ്യൂളൊക്കെ ഡിസ്കസ് ചെയ്തപ്പോൾ ഓൾറെഡി ഇങ്ങനത്തെ മോഡൽ പ്രോബ്ലം നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്, എങ്ങനെയാണ് ആ റെസിസ്റ്റൻസ് റിമൂവ് ആവുന്നതെന്നൊക്കെ. ഇനി ഈക്വലൻറ്റ് റെസിസ്റ്റൻസ് നമുക്ക് ആദ്യം കണ്ടുപിടിക്കാം. അപ്പോൾ ഞാൻ ഇവിടെ നിന്നാണ് ഇപ്പോൾ എൻ്റെ മെയിൻ സപ്ലൈ എന്ന് പറയുന്നത് V1ഉം I1ഉം ആണ്. ഇനി നമുക്ക് എന്ത് കാണാം, എപ്പോഴും ഈ ഷോർട്ടഡ് എൻഡിൽ നിന്ന് വേണം നമ്മൾ എന്ത് ചെയ്യാൻ, സ്റ്റാർട്ട് ചെയ്യാൻ ഈക്വലൻറ്റ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാം അല്ലേ. ഇപ്പോൾ ഈ 4 ohm നമുക്ക് ഇവിടെ ഷോർട്ടഡ് പോലെയാണ്, ഇവിടെ ഇല്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ റിമൂവ് ചെയ്താൽ ഈ 4 ohmനെ ഞാനിപ്പോൾ ഇവിടെ ഓപ്പൺ ചെയ്ത പോലെ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ എന്തായി, ഇവിടെ 2 ohm ഉണ്ട്, 2 ohm ഉണ്ട്. I2 ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തു, ഇവിടെ ഇല്ല, 2 ohmൽ കൂടെ ഫ്ലോ ചെയ്തു. ഈ പോർഷൻ എത്തുമ്പോൾ 2 ഡിവൈഡ് ചെയ്യും. സോ ഈ 2 ohms എന്താണ്, പാരലലാണ്. അപ്പോൾ നമുക്ക് ഈക്വലൻറ്റ് റെസിസ്റ്റൻസ് ആദ്യം കണ്ടുപിടിക്കാം. R ഈക്വലൻറ്റ് കണ്ടുപിടിക്കാം. എത്ര വരും, 2 parallel 2 അതിനോട് സീരീസ് ആയിട്ട് 1 ohm. അതായത് 2 parallel 2 എന്ന് പറഞ്ഞാൽ 2 ഈക്വൽ റെസിസ്റ്റൻസസ് പാരലൽ ആയാൽ അതിൻ്റെ ഈക്വലൻറ്റ് റെസിസ്റ്റൻസ് എന്തായിരിക്കും, ആ റെസിസ്റ്റൻസിൻ്റെ ഹാഫ് ആണ്. അപ്പോൾ 1 + 1, 2ൻ്റെ ഹാഫ് 1, 1 + 1 2 ohm എന്ന് കിട്ടി. അതായത് therefore Y11 = I1/V1 = ഇപ്പോൾ നമുക്ക് കിട്ടിയത് ഓമിലാണ് യൂണിറ്റ് അല്ലേ. പക്ഷെ നമ്മുടെ അഡ്മിറ്റൻസസ് അഥവാ Y പാരാമീറ്റേഴ്സിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് മോയാണ്. അപ്പോൾ ഈ കിട്ടിയ ആൻസറിൻ്റെ റെസിപ്രോക്കൽ എടുക്കണം. അപ്പോൾ നമുക്ക് 1/2 മോ എന്ന് കിട്ടും. നമുക്ക് Y11 ആയി. ഇനി ഔട്ട്പുട്ട് പോർട്ട് ഷോർട്ട് ചെയ്യുമ്പോൾ നമുക്ക് 2 പാരാമീറ്റേഴ്സ് കിട്ടുക. ഒന്ന് Y11, പിന്നത്തത് Y21. Y21 എന്ന് പറഞ്ഞാൽ I2/V1 ആണ്. അപ്പോൾ നമുക്ക് I2നെ V1നെയോ ഏതെങ്കിലും ഒരു ടേംസിൽ മാത്രം എക്സ്പ്രസ് ചെയ്യാൻ നോക്കുക. അതായത് ഇപ്പോൾ I2നെ ഐദർ V1ൻ്റെ ടേംസിലോ അല്ലെങ്കിൽ V1നെ I2ൻ്റെ ടേംസിലോ മാത്രം എക്സ്പ്രസ് ചെയ്യാൻ നോക്കാം. അപ്പോൾ നമുക്കിനി ആദ്യം I2ലേക്ക് നോക്കാം. ഇപ്പോൾ ഔട്ട്പുട്ട് പോർട്ട് ഷോർട്ട് ചെയ്ത് നിൽക്കുമ്പോൾ ഉള്ള കേസിൽ നമ്മളെപ്പോഴും ഇമ്പോർട്ടൻസ് കൊടുക്കുക ഇൻപുട്ട് പോർട്ടിനാണ്. അതായത് V1ഉം I1 എന്നുള്ള ക്വാണ്ടിറ്റീസിനാണ് നമ്മളിവിടെ മെയിൻ സപ്ലൈ ആയിട്ട് കൺസിഡർ ചെയ്യുക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ I2നെയൊക്കെ നമ്മളിപ്പോൾ എന്ത് ചെയ്യണം, V1ൻ്റെയോ അല്ലെങ്കിൽ I1ൻ്റെയോ ടേംസിൽ എക്സ്പ്രസ് ചെയ്യാൻ നോക്കാം. അപ്പോൾ നമുക്ക് അങ്ങനെയാണെങ്കിൽ I2നെ എങ്ങനെ I1ൻ്റെ ടേംസിൽ എക്സ്പ്രസ് ചെയ്യാമെന്ന് നോക്കാം അല്ലേ. ഇപ്പോൾ ഇവിടെ ഇൻപുട്ട് പോർട്ടിലാണ് ഇപ്പോൾ നമുക്ക് 2 ക്വാണ്ടിറ്റീസ് ഉള്ളത്, നമ്മുടെ ഔട്ട്പുട്ടാണ് നമ്മൾ ഷോർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ കേസിൽ എപ്പോഴും ഈ V1ഉം I1 ആണ് മെയിൻ സപ്ലൈ ഈ സർക്യൂട്ടിൽ. ആ കേസിൽ നമുക്ക് I2നെ എങ്ങനെ I1ൻ്റെ ടേംസിൽ എക്സ്പ്രസ് ചെയ്യാമെന്ന് നോക്കാം. നോക്കിക്കേ, I2 2 ohmൽ കൂടെ പോകുന്ന കറണ്ടാണ് ആണല്ലോ. അങ്ങനെയാണെങ്കിൽ I1ഉം ഇവിടെ നിന്ന് വരുന്നുണ്ട്. അപ്പോൾ ഈ I1 1 ohmൽ കൂടെ സെയിം I1 ഫ്ലോ ചെയ്യും. ഈ ജംഗ്ഷൻ എത്തുമ്പോൾ I1 2 പാത്ത് കാണും, ഒന്നിങ്ങനെയും ഫ്ലോ ചെയ്യും, ഒന്നിങ്ങോട്ടും ഫ്ലോ ചെയ്യും. അതായത് I2ൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ I1ൻ്റെ ഒരു പോർഷൻ 2 ohmൽ കൂടെ പോകുന്നുണ്ട്. അപ്പോൾ ആ പോർഷനാണ് നമുക്ക് അറിയേണ്ടത്. അത് തന്നെയാണ് ആര്, I2. അങ്ങനെയാണെങ്കിൽ I2 എന്ന് പറയുന്നത് എന്താണെന്ന് നമുക്ക് നോക്കാം. I2 എന്ന് പറയുന്നത് 2 ohmൽ കൂടെയുള്ള കറണ്ടാണ്. സോ നമുക്ക് I2 ohm നോക്കാം എത്രയാന്ന്. കറണ്ട് ത്രൂ ഈ 2 ohm റെസിസ്റ്റൻസ് ഡ്യൂ ടു I1 അല്ല. അപ്പോൾ I1 കാരണം I2 2 ohmൽ കൂടെ പോകുന്ന കറണ്ട്, അതായത് I2 എത്രയുണ്ടെന്ന് നോക്കാം നമുക്ക്. I1 ഇൻറ്റു അല്ലേ, കറണ്ട് ഡിവിഷൻ റൂൾ യൂസ് ചെയ്യാം. I1 ഇൻറ്റു 2 ohmൽ കൂടെയുള്ള 2 ohm കൂടെയുള്ള കറണ്ട് കാണുന്ന സമയത്ത് നമ്മൾ അതിൻ്റെ പാരലൽ ആയിട്ടുള്ള റെസിസ്റ്റൻസ് വേണം ന്യൂമറേറ്ററിൽ കൺസിഡർ ചെയ്യാം.
I1 into 2 divided by total resistance 2 plus 2 അഥവാ 4. അപ്പോൾ I1 into 1/2 എന്ന് കിട്ടും. അല്ലെങ്കിൽ I2 ഓം എന്ന് പറയുന്നത് I1/2 ആണ്. I2 ഓം എന്ന് പറയുന്നത് തന്നെയാണ് ആര്? I2. അപ്പോൾ I2 ഈക്വൽ ടു, ഇനി ശ്രദ്ധിക്കേണ്ടത് ഡയറക്ഷനാണ്. ഇപ്പോൾ നോക്കിയേ, I2ൻ്റെ ഡയറക്ഷൻ ഇങ്ങോട്ടും I1ൻ്റെ ഡയറക്ഷൻ റൈറ്റിലേക്കുമാണ്. അപ്പോൾ ഓപ്പോസിറ്റ് ഡയറക്ഷൻസ് ആയതുകൊണ്ട് ഈ കിട്ടിയ ക്വാണ്ടിറ്റിനെ നമ്മൾ -I1 ആയിട്ട് കൺസിഡർ ചെയ്യണം. അപ്പോൾ I2 എന്ന് പറയുന്നത് -I1/2 ആണ്. ഇനി അപ്പോൾ I2 എന്ന് പറയുന്നത് -I1/2 ആണ്. നമുക്ക് കിട്ടേണ്ടത് Y21 ആണ്, I2/V1 ആണ് കിട്ടേണ്ടത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് I1 എങ്ങനെ V1ൻ്റെ ടേംസിൽ എക്സ്പ്രസ് ചെയ്യാമെന്ന് നോക്കാം, അല്ലേ? I2/V1 എന്നുള്ള റേഷ്യോ കിട്ടാൻ. ഇനി ഈ ഫസ്റ്റത്തെ ക്വാണ്ടിറ്റി നോക്കാം. I1/V1 എന്താണ്? 1/2. അങ്ങനെയാണെങ്കിൽ I1 എന്ത് വരും? ഈ V1നെ റൈറ്റ് ഹാൻഡ് സൈഡിലേക്ക് കൊണ്ടുപോകുമ്പോൾ I1 ഈക്വൽ ടു V1/2 എന്ന് വരും. അതായത് I1ൻ്റെ പ്ലേസിൽ V1/2 all by 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് -V1/4 എന്ന് കിട്ടും. അതായത് therefore I2/V1 ഈക്വൽ ടു Y21 ദാറ്റ് ഈസ് ഈക്വൽ ടു -1/4 മോ. അപ്പോൾ നമുക്ക് Y11 ആയി, Y21 ആയി. ഇനി നമുക്ക് ഇതേപോലെ എന്ത് ചെയ്യണം? ഇൻപുട്ട് പോർട്ടിനെ ഷോർട്ട് ചെയ്തിട്ട് ബാക്കിയുള്ള 2 പാരാമീറ്റേഴ്സ് കണ്ടുപിടിക്കണം. നമുക്ക് ആ ക്വാണ്ടിറ്റീസ് ഇവിടെ മാറ്റി വയ്ക്കാം. Y11 ഈക്വൽ ടു 1/2 മോ, Y21 ഈക്വൽ ടു -1/4 മോ. ഇനി ഡിപ്പെൻഡൻറ്റ് സോഴ്സസ് ഇല്ലാത്ത സർക്യൂട്ട് ആണെന്നുണ്ടെങ്കിൽ Y12ഉം Y21ഉം നമുക്ക് എന്ത് തന്നെ കിട്ടണം? സെയിം ആൻസേഴ്സ് തന്നെ കിട്ടണം. പക്ഷെ നമുക്ക് രണ്ടും ചെയ്ത് നോക്കാം. എക്സാമിന് അത് രണ്ടും സെയിം ആയിട്ട് തന്നെ കിട്ടണോ എന്ന് നോക്കണം. സെയിം ആയിട്ട് കിട്ടുന്നില്ലെങ്കിൽ എവിടെയോ നിങ്ങൾക്ക് മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ടെന്ന് അർത്ഥം. നമുക്ക് വീണ്ടും ഈ 4 ഓമിനെ റീപ്ലേസ് ചെയ്യാം. കാരണം ഇപ്പോൾ നമ്മൾ ഷോർട്ട് ചെയ്യാൻ പോകുന്നത് ഇൻപുട്ട് സൈഡാണ്. ഇപ്പോൾ നമ്മൾ ഇൻപുട്ട് സൈഡ് ഷോർട്ട് ചെയ്തു. അപ്പോൾ അവിടുത്തെ വോൾട്ടേജ് 0 ആയി. അതായത് ഇവിടെ ഞാൻ ഷോർട്ട് ചെയ്തു എന്നർത്ഥം. ഓക്കെ, അപ്പോൾ എൻ്റെ V1 0 ആയി. ഇൻപുട്ട് സൈഡ് ഷോർട്ട് ചെയ്തു. അപ്പോൾ ആദ്യം നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത് Y22 ആണ്. Y22 എങ്ങനെ കണ്ടുപിടിക്കാം? നമ്മൾ Y11 കണ്ടുപിടിച്ച അതേ പ്രിൻസിപ്പിൾ തന്നെയാണ്. അതായത് Y22 കാണുമ്പോൾ ഈക്വലൻ്റ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കുക, എന്നിട്ട് അതിൻ്റെ ഇൻവേഴ്സ് എടുക്കാം. ഇനി Y22 എന്ന് പറയുന്നത് I2/V2 ആണ് ഇക്വേഷൻ വൈസ് നോക്കുമ്പോൾ. അപ്പോൾ നമുക്ക് ഈക്വലൻ്റ് റെസിസ്റ്റൻസ് തുടങ്ങാം. എപ്പോഴും ഞാൻ പറഞ്ഞ പോലെ ഷോർട്ടഡ് എൻഡിൽ നിന്ന് വേണം ഈക്വലൻ്റ് റെസിസ്റ്റൻസ് സ്റ്റാർട്ട് ചെയ്യാൻ. അങ്ങനെ നോക്കുമ്പോൾ ഈ 1 ഓം ഉണ്ട്, ഇവിടെ 2 ഓം ഉണ്ട്. I1 ഇവിടെ എത്തി, 2 ഡിവൈഡ് ചെയ്തു. സോ 1 ഓമും 2 ഓമും പാരലലാണ്. അപ്പോൾ നമുക്ക് ആദ്യം R ഈക്വലൻ്റ് കണ്ടുപിടിക്കാം. 1 പാരലൽ 2 അല്ലേ, 1ഉം 2ഉം പാരലലാണ്. അതിനോട് സീരീസ് ആയിട്ട് 2, പിന്നെ അതിന് മൊത്തത്തിൽ പാരലായിട്ട് 4. 1 പാരലൽ 2, അത് രണ്ടും ചെയ്യുമ്പോൾ ഒറ്റ സിംഗിൾ റെസിസ്റ്റൻസ് ആവും. അതും ഈ 2 ഓമും സീരീസ് ആവും. എഗെയിൻ അതിനോട് പാരലായിട്ടാണ് 4 ഓം. കാരണം ഇവിടെ നിന്ന് I2 വരുമ്പോൾ ഈ 2 ഓമിൽ കൂടെ ഒരു പോർഷൻ പോവും, 4 ഓമിൽ കൂടെ ഒരു പോർഷൻ പോവും. ഇപ്പോൾ 2 ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് 2 ഓമും 4 ഓമും പാരലാണ്. അപ്പോൾ ഇത് മൊത്തം നമുക്ക് കണ്ടുപിടിക്കാം. 1 പാരലൽ 2 എന്ന് പറയുമ്പോൾ 1 into 2 2/1 + 2 3 അല്ലേ. 1 into 2/1 + 2 R1 R2/R1 + R2 യൂസ് ചെയ്യുക. പ്ലസ് 2 എത്ര വരും? 3 into 2 6 6 + 8 8/3 പാരലൽ 4. അപ്പോൾ 8/3 into 4/8/3 + 4, അതായത് 8 into 4 32/3 divided by 8 plus 4 into 3 12 12 plus 8 20/3. 3 3 ക്യാൻസൽ ആവും. 32/20. 32 എന്ന് പറയുമ്പോൾ 8 ടൈംസ് പോവും. 4ൽ ക്യാൻസൽ ചെയ്യുമ്പോൾ ഇത് 8/5 എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് കിട്ടിയത് Z ഈക്വലൻ്റ് അല്ലെങ്കിൽ Z ആണ് കിട്ടിയത്. Z22 ആണ് കിട്ടിയത്. ഇനി ഇതിനെ നമുക്ക് അല്ലേ ഓമാണ് ഇപ്പോൾ നമുക്ക് യൂണിറ്റ്സ് കിട്ടിക്കണേ. ഇതിനെ നമുക്ക് എന്താക്കണം? Y22 എന്ന് പറയുമ്പോൾ 1/Z22 ആണ്. അപ്പോൾ 1/Z22 ഓർ I2/V2. അതായത് ഇതിൻ്റെ റെസിപ്രോക്കൽ. അപ്പോൾ ആൻസർ എത്ര വരും? 8/5ൻ്റെ റെസിപ്രോക്കൽ 5/8 മോ MH. അപ്പോൾ അതാണ് നമ്മുടെ Y22 കിട്ടി.
5/8 3 കിട്ടി. ഇനി നമുക്ക് നെക്സ്റ്റ് കണ്ടുപിടിക്കേണ്ടത് ആരാ? ലാസ്റ്റ് പാരാമീറ്റർ y12 ആണ്, I1/V2. സോ ഇനി നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ടത്, ഇപ്പോൾ നമ്മുടെ മെയിൻ സർക്യൂട്ടിലെ സപ്ലൈ എന്ന് പറയുന്നത് V2ഉം I2 ആണ്, ഔട്ട്പുട്ട് പോർട്ടാണ്. അപ്പോൾ നമ്മൾ ഔട്ട്പുട്ട് പോർട്ടിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കാൻ പോകുന്നത്. സോ ഔട്ട്പുട്ട് പോർട്ടിനെ ടേംസിലേക്ക്, ഔട്ട്പുട്ട് പോർട്ടിനെ ഇൻപുട്ട് ടേംസിൻ്റെ ഇതിലേക്ക് മാറ്റാൻ നോക്കണം. അതായത് I2ൻ്റെ ടേംസിലേക്കോ അല്ലെങ്കിൽ V2ൻ്റെ ടേംസിലേക്കോ ആയിട്ട് I1നെ നമ്മൾ ചേഞ്ച് ചെയ്യണം. നമുക്ക് ആദ്യം അറിയേണ്ടത് I1 ആണ് അല്ലേ, I1/V2 ആണ്. സോ I1നെ എങ്ങനെ I2ൻ്റെ ടേംസിൽ എക്സ്പ്രസ് ചെയ്യാം നോക്കാം. അപ്പോൾ I1 എന്തായിരുന്നു? 1 ohmൽ കൂടെയുള്ള കറണ്ടാണ് I1. I1 എന്ന് പറയുന്നത് 1 ohmൽ കൂടെയുള്ള കറണ്ടാണ്. അപ്പോൾ ഈ I2 കാരണം 1 ohmൽ കൂടെ എത്ര കറണ്ട് ഫ്ലോ ചെയ്യുന്നുണ്ടെന്ന് വേണം നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ. നമുക്ക് ആദ്യം തന്നെ നോക്കാം. ഇപ്പോൾ നമുക്ക് ടോട്ടൽ I2 അറിയാം. ഇനി ഈ 4 ohmൽ കൂടെ എത്ര കറണ്ട് പോകുന്നുണ്ടെന്ന് നോക്കാം അല്ലേ. കാരണം ആ 4 ohmൽ കൂടെ എത്ര കറണ്ട് പോകുന്നുണ്ടോ അത് I2വിൽ നിന്ന് ആ കറണ്ട് മൈനസ് ചെയ്താൽ നമുക്ക് ഏത് കിട്ടും? 2 ohmൽ കൂടെയുള്ള കറണ്ട് കിട്ടും. അപ്പോൾ 4 ohm നമുക്ക് ആദ്യം കണ്ടുപിടിക്കും. 4 ohmൽ കൂടെയുള്ള കറണ്ട് I2 എന്ന് പറയുന്നത്, അല്ല 4 ohmൽ കൂടെയുള്ള കറണ്ട് എന്ന് പറയുന്നത് ടോട്ടൽ എത്രയായിരുന്നു? വോൾട്ടേജിൻ്റെ ടേംസിൽ പറയുമ്പോൾ V2/4 ആണ് അല്ലേ. V2/4 ആണ് 4 ohmൽ കൂടെയുള്ള കറണ്ട്. I2വിൽ നിന്ന് V2/4 കുറച്ച് നമുക്ക് I2 ohm കിട്ടും. അപ്പോൾ ഈ 2 ohmൽ കൂടെയുള്ള കറണ്ട് എന്ന് പറഞ്ഞാൽ ടോട്ടൽ കറണ്ട് ആയ I2 മൈനസ് 4 ohmൽ കൂടെയുള്ള കറണ്ട് I4 ohm, അതായത് I2 മൈനസ് 4 ohmൽ കൂടെയുള്ള കറണ്ട് എന്ന് പറഞ്ഞാൽ V2/4. ഇനി നമുക്ക് നേരത്തെ കിട്ടിയ ഇക്വേഷൻ Y22വിൽ നിന്ന് I2 V2ൻ്റെ ടേംസിൽ എത്രയാണെന്ന് നോക്കാം. I2/V2 ആണ് 5/8. അപ്പോൾ നമുക്ക് I2 എത്ര വരും? 5V2/8 എന്ന് വരും. അപ്പോൾ 5V2/8 അല്ലേ. ഈ V2നെ റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുവരുമ്പോൾ 5/8 V2 എന്ന് വരും അല്ലേ. ഇത് I2/V2 ആണ്. അപ്പോൾ 5/8 V2 ആണ് I2 മൈനസ് V2/4. നമുക്ക് ആൻസർ എത്ര കിട്ടും? LCM 8 ആക്കുക. അപ്പോൾ 5 മൈനസ് ഇവിടെ 2 വരും, അതായത് 3V2/8 എന്ന് കിട്ടും. ഇതാണ് ഈ 2 ohmൽ കൂടെയുള്ള കറണ്ട്. ഇനി ഈ 2 ohmൽ കൂടെയുള്ള കറണ്ട് ഈ ജംഗ്ഷനെത്തി, ഇവിടെ എത്തി. ഈ ജംഗ്ഷൻ എത്തുമ്പോൾ ഒരു പോർഷൻ ഈ 2 ohmൽ കൂടി പോകും, ഒരു പോർഷൻ 1 ohmൽ കൂടി പോകും. ആ 1 ohmൽ കൂടെയുള്ള കറണ്ടാണ് നമ്മുടെ I1. അതാണ് നമുക്കിപ്പോൾ കണ്ടുപിടിക്കേണ്ടത് ശരിക്കും. അപ്പോൾ കറണ്ട് ത്രൂ 1 ohm, I1 ohm എന്ന് പറയുന്നത് ഈ ഇപ്പോൾ കിട്ടിയ ഇവിടെ കിട്ടിയ കറണ്ടാണ് 3V2/8 എന്ന് പറയുന്നത്. സോ ആ 3V2/8 ആണ് ഇപ്പോൾ നമ്മുടെ ടോട്ടൽ കറണ്ട് ഇൻറ്റു എഗെയിൻ കറണ്ട് ഡിവിഷൻ റൂൾ യൂസ് ചെയ്യണം. 3V2/8 ഇൻറ്റു 1 ohmൽ കൂടെയുള്ള കറണ്ട് കാണണമെങ്കിൽ അതിന് പാരലായിട്ട് കിടക്കുന്ന 2 വേണം ന്യൂമറേറ്ററിൽ കൺസിഡർ ചെയ്യാം. 2/2 + 1 അല്ലേ. 3V2/8 എന്ന് പറഞ്ഞ കറണ്ട് ഈ ജംഗ്ഷനെത്തി, കുറച്ച് പോർഷൻ ഇതിലേയും പോയി, കുറച്ച് പോർഷൻ 1 ohmൽ കൂടെ പോയി. അപ്പോൾ ആ 1 ohmൽ കൂടെ പോകുന്ന പോർഷനാണ് I1 ohm. അത് കാണാനായിട്ട് ടോട്ടൽ കറണ്ട് ഇപ്പോൾ ആരാ? 3V2/8 ആണ് ടോട്ടൽ കറണ്ട് അല്ലേ. ഇവിടെ എത്തുമ്പോൾ ഡിവൈഡ് ചെയ്യുന്ന ടോട്ടൽ കറണ്ട് 3V2/8 ആണ്. അതേ ഇൻറ്റു 1 ohmന് പാരലൽ കിടക്കുന്ന 2 ohm ഡിവൈഡഡ് ബൈ ടോട്ടൽ റെസിസ്റ്റൻസ് 1 + 2. അപ്പോൾ 3V2/8 ഇൻറ്റു 2/3. ഇപ്പോൾ 3യും 3യും ക്യാൻസലായി, 2ഉം 8ഉം 4 ടൈംസ് ക്യാൻസലായി. നമുക്ക് I1 ohm എന്ന് പറഞ്ഞാൽ I1 ആണ്. ഇനി ഡയറക്ഷൻ നോക്കാം. ഇവിടെ I1ൻ്റെ ഡയറക്ഷൻ റൈറ്റിലോട്ടും ഇപ്പോൾ വരുന്ന കറണ്ടിൻ്റെ ഡയറക്ഷൻ ഓപ്പോസിറ്റ് ഡയറക്ഷനാണ്. അപ്പോൾ ഈ കറണ്ട് നെഗറ്റീവായിട്ട് കൺസിഡർ ചെയ്യണം, അതായത് -V2/4 എന്ന് കിട്ടും. ഇനി I1 = -V2/4 ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ Y12 എന്തായിരുന്നു? I1/V2 ആണ്. അപ്പോൾ V2നെ ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവരിക, ഡിനോമിനേറ്ററിലേക്ക് കൊണ്ടുവരുമ്പോൾ -1/4 mho കിട്ടും, യൂണിറ്റ് മോ. അപ്പോൾ നോക്കുക, നമ്മുടെ Y21 -1/4 ആയിരുന്നു, ഇപ്പോൾ കിട്ടിയ Y12 -1/4 ആണ്. അപ്പോൾ Y12ഉം Y21ഉം സെയിം ആയിട്ട് തന്നെ നമുക്ക് കിട്ടണം ഈ Y പാരാമീറ്റേഴ്സിൻ്റെ കേസിൽ. ഫൈനൽ ആൻസർ അപ്പോൾ നിങ്ങൾ എപ്പോഴും ചെക്ക് ചെയ്യുക സെയിം തന്നെയാണോ വന്നിരുന്നത്. അപ്പം നമുക്കിനി എല്ലാ പാരാമീറ്റേഴ്സ് എടുത്ത് എഴുതാം. Y11 1/2 mho, Y12
-1/4 മോ അത് തന്നെയാണ് y21 ഇനി y22 ഈക്വൽ ടു 5/8 മോ. അപ്പോൾ നിങ്ങൾ ഔട്ട്പുട്ട് പോർട്ടും ഇൻപുട്ട് പോർട്ടും കൺസിഡർ ചെയ്തിട്ട് ഏതിൻ്റെ ടേംസിലാണ് എക്സ്പ്രസ് ചെയ്യേണ്ടതെന്നുള്ളതാണ് മെയിൻ കൺഫ്യൂഷൻ വരാൻ സാധ്യതയുള്ളത്. അപ്പോൾ എപ്പോഴും ഇൻപുട്ട് പോർട്ട് ഷോർട്ട് ചെയ്തിട്ടുള്ള കേസ്, ഇപ്പോൾ നമ്മൾ ലാസ്റ്റ് പറഞ്ഞ കേസിലാണെങ്കിൽ ഔട്ട്പുട്ട് പോർട്ടിലാണ് 2 ക്വാണ്ടിറ്റീസും അവൈലബിൾ ആയിട്ടുള്ളത്, അതായത് വോൾട്ടേജും കറൻറ്റും. അപ്പോൾ അതിനെ വേണം നമ്മൾ മെയിൻ സപ്ലൈ ആയിട്ട് കൺസിഡർ ചെയ്തിട്ട് അതിൻ്റെ ടേംസിൽ വേണം ബാക്കിയുള്ള അതായത് ഇൻപുട്ടിനെ എക്സ്പ്രസ് ചെയ്യാനായിട്ട്. നേരെ മറിച്ച് ആദ്യത്തെ കേസിൽ, അതായത് ഔട്ട്പുട്ട് പോർട്ട് ഷോർട്ട് ചെയ്യുന്ന കേസിൽ ഇൻപുട്ട് സൈഡിലായിരുന്നു 2 ക്വാണ്ടിറ്റീസും I1ഉം V1ഉം നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. സോ നമ്മൾ I2നെ I1ൻ്റെ ടേംസിലേക്ക് എക്സ്പ്രസ് ചെയ്യാൻ നോക്കി. അപ്പോൾ ഏത് സൈഡിലാണോ 2 ക്വാണ്ടിറ്റീസ് അവൈലബിൾ ആയിട്ടുള്ളത് അതിൻ്റെ ടേംസിൽ മറ്റുള്ള ക്വാണ്ടിറ്റീസിനെ എക്സ്പ്രസ് ചെയ്യാൻ നോക്കാം. അപ്പോൾ അതായിരുന്നു പ്രോബ്ലം. അപ്പോൾ ഒരു പൈ അല്ലാത്തൊരു ഷേപ്പിലുള്ള നെറ്റ്വർക്ക് തന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് വൈ പാരാമീറ്റർ കാണാമെന്നുള്ളതിൻ്റെ ഒരു എക്സാമ്പിളാണ് ഇപ്പോൾ നമ്മൾ ചെയ്തത്. ഇപ്പോൾ ഇതെല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് നെക്സ്റ്റ് സെക്ഷനിലേക്ക് പോകാം.